ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗാണ് ചെയ്യുന്നത്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിശാഖപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാട്ടോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ പേർക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. അത് തന്നെ നമ്മളെ യൂട്യൂബിന്റെ കളക്റ്റീവ് ഇവന്റിന്, അതുപോലെ തന്നെ നമ്മൾ ICC വുമൻസ് വേൾഡ് കപ്പിൽ ഗൂഗിളിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഈ ഒരു അച്ചീവ്മെന്റ് എന്റെ ലൈഫിൽ വന്നത്. സോ നിങ്ങളോട് എത്ര നന്ദി വന്നാലും തീരില്ല. താങ്ക് യു സോ മച്ച് ഗൈസ്. അങ്ങനെ രാവിലെ 10 മണിക്ക് ആയപ്പോൾ നമ്മളെ വെന്യൂ ആയിട്ടുള്ള നവോട്ടലിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ഹോട്ടലിന്റെ ഉള്ളിൽ കയറി കേട്ടോ. ഹോട്ടലിന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കുറെ ക്രിയേറ്റേഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വന്ന പഠനം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ടാഗ് തരും. ഇനി ഈ ടാഗ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാറ നടന്ന് കുറെ ക്രിയേറ്റേഴ്സിന് അങ്ങനെ നേരിട്ട് പരിചയപ്പെടുന്നതാണ് പരിപാടി. എന്റെ ഒരു ഭാഗ്യം എന്ന് പറയാലോ, ചെന്നപാടെ മലയാളീസിനെ തപ്പി നടന്ന എനിക്ക് ഒരു മലയാളീസിനെ പോലും കമ്പനിക്ക് കിട്ടി. ഞാൻ ചെന്ന് സംസാരിച്ചവരെല്ലാരും ഹൈദരാബാദ്, ഒഡീസ, ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നവരാട്ടോ. എന്നാൽ അതൊക്കെ പോട്ടെ, ഇംഗ്ലീഷിൽ പോയി സംസാരിച്ച കമ്പനി ആണെന്ന് വിചാരിച്ചപ്പോൾ പലർക്കും ഇംഗ്ലീഷ് അറിയില്ല, അവർക്കറിയണ ഹിന്ദി എനിക്കും അറിയില്ല. വല്ലാത്തൊരവസ്ഥയല്ലേ. അവസാനം ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടീനെ പരിചയപ്പെട്ടത്. ആള് ഹൈദരാബാദിൽ നിന്നാണെങ്കിലും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കമ്പനി ആയിട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഒരു ടീം. ഞാൻ അവൾക്ക് വീഡിയോ എടുത്തു കൊടുക്കുന്നു, അവൾ എനിക്ക് വീഡിയോ എടുത്തായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ മക്കളെ എന്തൊക്കെ അവിടെ ഉണ്ടായതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. എല്ലാത്തിനും ഭയങ്കര വെറൈറ്റി പേരുകളൊക്കെ ആയിരുന്നു. മാത്രമല്ല ഇത്രയും വെറൈറ്റി ഫുഡുകൾ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നി എനിക്ക് ഇത്തിരിയേ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അത് പിന്നെ സ്ഥിരം എങ്ങനെയാണ്, കുറെ ഫുഡ് കാണുന്ന സമയത്ത് എനിക്ക് ഇത്തിരിയേ വയറ്റിലേക്ക് പോവുള്ളൂ. എന്തൊരു കഷ്ടമാണ്. എന്നെപ്പോലെ കുറെ ഫുഡ് കാണുന്ന സമയത്ത് വിശപ്പം കണ്ട് പമ്പ അടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അവസാനം പ്ലേറ്റിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് കരുതിയിട്ട് 1-2 ഐറ്റംസ് ഒക്കെ വെച്ച് കഴിച്ചോ. ഫുഡൊക്കെ തട്ടിയതിന് ശേഷം ഞങ്ങൾ നേരെ ഇവന്റ് ഹാളിലേക്ക് കയറി. സ്റ്റേജിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നല്ല, നമുക്ക് ഇവിടെ നിന്നിട്ട് ക്രിക്കറ്റ് ബാറ്റ് വെച്ചിട്ട് ബാറ്റ് ചെയ്യുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസ് ഒക്കെ അവർ എടുത്തു തരും. സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ചെറിയ കുട്ടിയാണോ സമയത്താട്ടോ അവസാനമായിട്ട് ഒരു ക്രിക്കറ്റ് ഒക്കെ കളിച്ചത്. അപ്പൊ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ബാറ്റ് തൊടുന്നത്. അങ്ങനെ കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം സമയം നോക്കിയപ്പോൾ 11 മണിയായിട്ട്. എനിക്ക് തോന്നുന്നു 10 മണിക്ക് എത്താൻ പറഞ്ഞത് രജിസ്ട്രേഷനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും. കറക്റ്റ് ഒരു 11 മണിക്ക് ഹാളിൽ ക്രിയേറ്റേഴ്സ് എല്ലാവരും ഇതുപോലെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പരിപാടി സ്റ്റാർട്ട് ചെയ്തപാട് യൂട്യൂബ് പാർട്ണർഷിപ്പ് മാനേജറിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 ക്രിയേറ്റർ ചാമ്പ്യൻസ് ആയിരുന്നു ഈ പരിപാടി ഹോസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു ചാറ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു ഈ 3 ഫേമസ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന്റെ. ഇവരൊക്കെ ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നുമല്ലാന്ന്. യൂട്യൂബിന് വേണ്ടി അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി ജീവിതം അങ്ങനെ അങ്ങ് മാറ്റിവെച്ച 3 പേരാട്ടോ ഇവര്. ശരിക്കും അവരുടെ സ്റ്റോറിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആട്ടോ തോന്നിയത്. ആൻഡ് ഫൈനലി ദമനി ബദ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറിന്റെ കുറച്ച് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാല്ലേ.
നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തെന്ന് പറയാട്ടോ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവന്റും അവിടുന്ന് പരിചയപ്പെട്ട ഓരോരുത്തരും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക്, അതായത് നമ്മൾ ICC വുമൻസ് വേൾഡ് കപ്പ് നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. പോകുന്നതിന് മുന്നേ നമുക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡും അതുപോലെ തന്നെ നമുക്കൊരു യൂട്യൂബിന്റെ ഗിഫ്റ്റും കിട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ ഗിഫ്റ്റും ഫുഡൊക്കെ ആയിട്ട് നമ്മൾ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ എത്തിയപാടെ നമുക്ക് ഇതാ ഹോസ്പിറ്റാലിറ്റി സെക്ഷന്റെ ID കാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ID കാർഡ് ഇടാണ്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഈ ഒരു ID കാർഡിന് എത്രമാത്രം പവർ ഉണ്ടെന്ന് ഇതിട്ട് ഉള്ളിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ഒരു ID കാർഡ് നമ്മൾ സ്റ്റേഡിയത്തിനുള്ളിൽ എവിടെ പോയാലും വരുന്നവരും പോകുന്നവരൊക്കെ നമ്മളെ ഭയങ്കര റെസ്പെക്ടോടെ കേട്ടോ കാണും. ശരിക്കും പറഞ്ഞ ഒരു VIP തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി സ്റ്റേഡിയത്തിനുള്ളിലുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അതിനു മുന്നേ നമുക്ക് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെക്ക് ചെയ്തിട്ടേ നമ്മൾ ഉള്ളോട്ട് വിടുകയുള്ളൂ. കേട്ടോ നമ്മൾ ഹോസ്പിറ്റാലിറ്റി സെക്ഷനിൽ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വൺ സെറ്റപ്പ് ആണ്. ഇനിയിപ്പോൾ ഫുഡിന്റെ കേസിലാണെങ്കിലും നമുക്കുള്ള സൗകര്യങ്ങളാണെങ്കിലും ഒക്കെ അടിപൊളിയാട്ടോ. അങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ മാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ കളക്ട് ഇവന്റിന് പരിചയപ്പെട്ട ആ കുട്ടി ഇപ്പൊ മാച്ച് കാണാൻ എന്റെ കൂടെ ഇല്ല കേട്ടോ. അവർക്ക് വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് പോവാണ് ചെയ്തത്. അങ്ങനെ ഞാൻ വീണ്ടും പോസ്റ്റായി. പിന്നെ ഞാൻ വിചാരിച്ചു സാരില്ല, നമുക്ക് മാച്ചൊക്കെ കണ്ട് ഒറ്റയ്ക്ക് ചില്ല് ചെയ്തിരിക്കാന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ തൊട്ട് മുന്നിൽ ഒരു മലയാളം ഭാഷ ഞാൻ കേൾക്കുന്നത്. ആരിതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ സമയത്ത് രണ്ട് മലയാളീസ്. ഒരാൾ ട്രിവാൻഡ്രത്തുനിന്നും ഒരാൾ എന്റെ നാടായിട്ടുള്ള കാലിക്കറ്റ് ആണ് കേട്ടോ. ഇവര് രണ്ടുപേരുമാണ് ആ രണ്ടുപേര്. എന്താണെന്നറിയില്ല, കുറെ നേരത്തിന് ശേഷം രണ്ട് മലയാളീസിനെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ മലയാളീസ് തമ്മിൽ കണ്ടുമുട്ടിയുള്ള അവസ്ഥ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ ചിരിയും കളിയും വർത്താനൊക്കെ ആയി. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ വാമപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവര് വാമപ്പ് ചെയ്യുന്ന ഗ്യാപ്പ് നോക്കി ഞങ്ങൾ പോയി കുറച്ച് ഫുഡൊക്കെ കഴിക്കാന്ന് വിചാരിച്ചോ. ആസ് യൂഷ്വൽ ഫുഡ് കുറെ കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നൂലല്ലോ, അതന്നെ എവിടെയും നടന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹെർബൽ ടീ ഒക്കെ കുടിച്ച് ഇങ്ങനെ കത്തി അടിച്ചിരുന്നു കേട്ടോ. കമ്പനിക്ക് ഇവരെ കിട്ടിയപ്പോഴേ എനിക്ക് ഭയങ്കര ആശ്വാസമായി. ഇവരെല്ലാരും ഭയങ്കര അടിപൊളി കേട്ടോ. അങ്ങനെ നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഇന്ന് വരെ സ്റ്റേഡിയത്തിലൊന്നും പോയിട്ട് ഇതുപോലെ മാച്ചും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇത്. നമ്മൾ സാധാരണ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ ആണെങ്കിൽ ടിവിയിൽ ഇരുന്ന് കാണാറാണ്. പക്ഷെ എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് പറയാം. നമ്മൾ സ്റ്റേഡിയത്തിൽ കാണുന്ന പോലെയല്ല ടിവിയിൽ കാണുന്നത്. ഇതെന്താ പറയാ, ഭയങ്കര വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇന്ത്യൻ വുമൺ ക്രിക്കറ്റ് ടീമിലുള്ള പ്ലേയേഴ്സിനെ നേരിട്ട് കാണുന്നതും അതുപോലെ നമ്മൾ ക്രിക്കറ്റ് ടീമിനെ ആരാധിക്കുന്ന ജനങ്ങളുടെ ആഹ്ലാദവും ആരവവും ഒക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴുള്ള ഫീല് വേറെ തന്നെയാണ്. ഇനി പ്ലേയേഴ്സ് ഗ്രൗണ്ടിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ഇന്ത്യയുടെ നാഷണൽ ആന്തം പ്ലേ ചെയ്ത സമയത്താണ് ഒരു വല്ലാത്തൊരു രോമാഞ്ചം കൊണ്ട് വന്നത്. എന്താണ് ആ സമയത്ത് ഉണ്ടായ ഫീലിംഗ് എന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞുതരാൻ അറിയില്ല. കാരണം ആ ഒരു സമയത്ത് നമുക്ക് വല്ലാത്തൊരു ദേശഭക്തി അങ്ങോട്ട് കയറി വരും. വേൾഡ് കപ്പിന്റെ കൂടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ പോയി അവിടെ നിന്ന് കുറെ നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. വീണ്ടും കുറച്ച് നേരം മാച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പൊ ഏകദേശം സമയം 5 മണിയായിട്ടുണ്ട്. ഇവിടുന്ന് നേരെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ നമ്മളെ നേരത്തെ കണ്ട ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, ഞാൻ കംപ്ലീറ്റ് മാച്ചും കണ്ടിട്ട് പോകാനുള്ള വാശിയിലാണ്. ചുമ്മാ പറഞ്ഞട്ടോ, ഞാൻ വേറെ ഒരു ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹോസ്പിറ്റാലിറ്റി സെക്ഷനിൽ ഇപ്പൊ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഇവിടുന്ന് സന്തോഷകരമായിട്ട് എല്ലാവരും കൈ കൊടുത്ത് പിരിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും മാച്ച് കയറാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കയറി. അയ്യോ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നുപോയതാണ്, നമ്മൾ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ മാച്ചാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഓസ്ട്രേലിയ ജയിച്ചു, ഇന്ത്യ തോറ്റുപോയി. പക്ഷെ കുഴപ്പമില്ല, ഫൈനലിൽ നമ്മൾ ഇന്ത്യ തന്നെ ആ കപ്പ് എടുത്തല്ലോ. എനിവേ മാച്ചൊക്കെ കഴിഞ്ഞ് സങ്കടത്തിരിക്കുമ്പോൾ ഭയങ്കര ഒരു മഴ അങ്ങോട്ട് പെയ്തു.
ഓൾറെഡി യൂട്യൂബ് കളക്ട് ഇവന്റിന് പോയതും അല്ലെങ്കിൽ ICC വേൾഡ് കപ്പിന് പോയ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതൊരു വ്ളോഗായിട്ട് ചെയ്യോ, എങ്ങനെയാണ് ഈ യൂട്യൂബ് ഇവന്റ് നടക്കുന്നത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ എന്നോട് ചോദിച്ച സമയത്ത് എന്റെ മൈൻഡിൽ ഉണ്ടായത് വേറൊരു കാര്യമാണ്. ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങി ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ടാവല്ലോ, അവരുടെ ഒക്കെ ഒരു ഡ്രീം ആയിരിക്കും ഇതുപോലെ ഒരു ക്രിയേറ്റീവ് ഇവന്റിനൊക്കെ പങ്കെടുക്കുക എന്നുള്ളത്. എനിക്കും ഒരു വർഷം മുന്നേ ഇതൊരു സ്വപ്നം തന്നെയായിരുന്നു, പക്ഷെ ഇത് നടക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു പക്ഷെ കുറച്ചും കൂടെ മോട്ടിവേഷൻ കിട്ടും. ഇനിയും കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇവന്റിനൊക്കെ പങ്കെടുക്കണം എന്നുള്ള ഒരു വാശി വരും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത വട്ടം കാണാം. ബൈ.